അമരം 4K ദൃശ്യമികവോടെ നവംബർ 7 മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റമാർ അടുത്ത സ്കിറ്റ് അടുത്ത ടീമറിന് റെഡി ആയിരിപ്പുണ്ട്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പൊ ഇറക്കാം. ബിജു വർഗീസ് ചേട്ടനുണ്ട്, സുധീഷ് മുള്ളൂരുണ്ട്, സൂര്യ ഉണ്ട്. നല്ലൊരു കൈഡി. ഹലോ 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 സാറേ, സബ് രജിസ്ട്രാർ ഓഫീസാണോ? ഓഫീസറാണ്, പറഞ്ഞോളൂ. സാറേ, ആധാരം കണ്ടായിരുന്നോ? ഇയാളെ ആധാരം ഇയാളെ വീട്ടിൽ അലമാരക്കകത്ത് പോയി നോക്കണം. ഇയാളെ ആധാരം എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതല്ല, ഭരത് മുരളിയുടെ ആധാരം എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു, കിടുക്ക് ഒന്ന് കാണണം. എവിടുന്നാണ് ഇയാളൊക്കെ കെട്ടിയിറങ്ങി ഇങ്ങനെ വന്നത് നേരം വിളിക്കുന്ന? സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ കുറച്ച് ഫയൽ തന്നിട്ടുണ്ട്. എന്റെ ഫയലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇയാളുടെ ഫയലിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് പറഞ്ഞോളൂ. എന്റെ ഫയൽ എത്രയും പെട്ടെന്ന് നീക്കി തരണം. എങ്ങനെ? എന്റെ ഫയൽ എത്രയും പെട്ടെന്ന് നീക്കി തരണം. ഒരു മിനിറ്റ്. ഇയാളെ ഫയല് നീക്കിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് നീക്കിയോ? സർക്കാർ ഓഫീസല്ലേ, ചടപടാന്ന് നീങ്ങും കാര്യങ്ങള്. പിന്നെ ഈ ഫയല് നീക്കിയത് കാണാൻ വരണില്ലേ? അത് ഞാൻ നാളെ വന്നോളാം. അപ്പൊ നാളെ എന്റെ അടിയന്തരം. എവിടുന്നാണെന്ന് എനിക്കറിയില്ല. കസേരയിലൊന്ന് മൂടൂന്ന് ഇരിക്കാൻ സമ്മതിക്കില്ല. ഫോൺ കോള് എങ്ങനെ ഫയല് നീങ്ങും? ഹലോ, സബ് രജിസ്ട്രാർ ഓഫീസ് അല്ലേ? ആ സാധനമാണ്, പറഞ്ഞോളൂ. അതെ, ആരാണ്? അതായത് ഈ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു അജ്ഞാതനാണ്. എന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അജ്ഞാത. ആ. പേര് പറയണമെന്ന് നിർബന്ധമില്ല. വീട് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തന്നാ മതി. അയ്യോ, അത് കൊട്ടിയം ജംഗ്ഷനിൽ ഇറങ്ങി ചെന്നിട്ട് ഏത് ഓട്ടോക്കാരെടുത്ത് കൊണ്ടു ചെന്നാൽ ഈ മുരളിയുടെ വീട്ടിൽ കൊണ്ടാക്കും. അപ്പൊ പിന്നെ മുരളി. അയ്യോ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഓട്ടോ വിളിച്ച് വന്നറാ കൊട്ടിയെത്ത്. പറ, കാര്യം പറ. അവിടെ ക്ലോക്ക് ഉണ്ടോ? അവിടെ ക്ലോക്ക് ഉണ്ടോ? ഇവിടെ ക്ലോക്ക് ഉണ്ട്. ഓടുന്ന ക്ലോക്ക് ആണോ? ആ, ഓടുന്ന ക്ലോക്ക് തന്നെ. എന്നാ പിന്നെ അതിനെ പിടിച്ച് കെട്ടിയിട, അതല്ലെങ്കിൽ ഇറങ്ങി ഓടിപ്പോകും. ഫയല് നീക്കാക്കാൻ ഓരോരുത്തന്മാരെ വിളിച്ച് ശല്യം ചെയ്യാനാണ്. വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അവൻ അവൻ അവിടെ വന്നിരിക്കുന്നത് എനിക്കിത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യമില്ല. അവൻ അറിഞ്ഞ പിടിയടി തന്നെ. ഇതൊരു സർക്കാർ ഓഫീസാണ് ഇത്. സാറേ, ഞാൻ എവിടെ കൂടിയേ ആ വെളിയിൽ നിന്നപ്പോ ഒരു പൂടപ്പട്ടി കണക്കൊരു സാധനം. പൂടപ്പട്ടിയാ? ഈ തരച്ച താടിയൊക്കെ ആരത്? അയ്യോ ദിവാകരൻ, ഈ അപേക്ഷയൊക്കെ എഴുതണേ. അപേക്ഷ പ്രാർത്ഥനയാണെന്ന് എനിക്കെന്ന് അറിഞ്ഞൂടാ. അവിടുത്തെ ആണ്ടെ ഈ ഫയല് അയാൾ കൊടുത്തിട്ടേ എന്നിട്ട് പറയാ അകത്ത് എന്നിട്ടേ സബ് രജിസ്ട്രാറുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. എന്റെ സഹോദരി, ആ പേപ്പർ ഇങ്ങോട്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഇതിൽ എഴുതി വെച്ചേക്കുന്ന കണ്ടോ? ഈടാ അഡ്ജസ്റ്റ് എന്നല്ല, പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസറുടെ അടുത്ത് കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക എന്നാണ് എഴുതി. അങ്ങനെ പറഞ്ഞ എന്തുവാ? അത് പറഞ്ഞൂടെ? ഒപ്പിടണമെന്ന്. ഒപ്പ് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്റെ പെണ്ണുമ്പോഴൊക്കെ മനസ്സിലാവുമല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള യവക്കാണ്. ആഹാ, PG ആണോ? ഇല്ല, മലപ്പുറം വണ്ടൂര്. പൊളി. ഞാൻ താമസിക്കുന്ന സ്ഥലം PG ആണോ എന്നല്ല ചോദിച്ചത്. PG ആണോ വിദ്യാഭ്യാസം? അയ്യോ, അല്ലേ, 7ാം ക്ലാസ്സാ. അപ്പൊ യവന 2 വിദ്യാഭ്യാസം. അത് കണ്ടാ തോന്നുന്നു. നിങ്ങൾ എന്താ പ്രശ്നം? എന്താണ്? ഇതൊരു സർക്കാർ ഓഫീസാണ്. അതിന്റെ ഹലോ, പാനിപൂരി കച്ചവടത്തിന് വന്ന ബംഗാളിയല്ല ഞാൻ. എന്താണ്? ഞാൻ ഇരിക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. സർക്കാർ ഓഫീസിന് അതിന്റെ ചിട്ടവട്ടങ്ങളുണ്ട്. ഒന്ന് എഴുന്നേറ്റു. ഞാൻ അങ്ങോട്ട് നീങ്ങിന്ന് ഇനി ഇരിക്കൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരാണ്? വിജിലൻസ്. അയ്യോ, ഞാൻ ജീവിക്കാൻ വേണ്ടി ചായ കുടിക്കാനൊക്കെ ചെറിയ രീതിയിൽ കൈക്കൂലി വാങ്ങിക്കും. ഈ വേഷം മാറി വന്ന് ദൈവം ഇതിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോലും വെളിയിലും നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. എന്താ സാറേ? 10, 200, 500 രൂപയ്ക്കാണ് ഞാൻ കൈക്കൂലി വാങ്ങിക്കുന്നത്. എന്താ സാറേ, ഞാനൊന്നും ചെയ്തില്ല. വിജിലൻസ് എന്ന് പറഞ്ഞു? അയ്യോ, വിജിലൻസ് എന്നല്ല. എന്റെ പേര് വിജി, ഇത് എന്റെ ഭർത്താവിന്റെ പേര് നെൽസൺ. നിങ്ങൾ എന്തുകൊണ്ട് വരാൻ താമസിച്ചു? നിങ്ങൾ മറ്റേ മൂത്രപ്പുരയിൽ അതിന്റെ എല്ലാ ആള് അല്ല, മൂത്തപ്പുരയിൽ അത് ആധാരത്തിന്റെ ആള്.
നിങ്ങളുടെ ആങ്ങളമാരൊക്കെ രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് പോയല്ലോ കൊച്ചേ. ഇത് എന്തുകൊണ്ട് ലേറ്റായി? എന്റെ പൊന്ന് സാറേ ഒന്നും പറയണ്ട. ഈ ഇരിക്കുന്ന കാലമാടനുണ്ടല്ലോ, രാവിലെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിറങ്ങിയതാ സാറേ. ഇങ്ങനെ വഴിയിൽ വെച്ച് ഉടക്കി മാറി നിന്നെന്ന്. അങ്ങനെ ഉടക്കി പറയുന്നത് സാറേ, ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. എവിടെ ഈ ആങ്ങളമാരെന്ന് പറയുന്ന അവന്മാര് എന്നെ ഉണത്താൻ നേരെ കടയിൽ പോയി സോഡാ നാരങ്ങ വെള്ളം കുടിച്ചു. എന്നെ ഒന്ന് വിളിച്ചാ ഞാൻ പിന്നെ എന്തിനു വന്ന് ഈ ഒപ്പിടണം? സോഡ നാരങ്ങളും ആ അത് പോരാഞ്ഞിട്ട് അവന്മാര് തിരിച്ച് എന്റെ നേരെ വന്നിട്ട് രണ്ടേമ്പക്കം നാണം കെട്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയാ പെതിയെ പോയാ മതിയെന്ന്. സോഡാ കൊതിയ അതിനാണ് താമസിച്ചത്. വേറെ കുറെ വിഷയങ്ങളുണ്ട് സാറേ. തോന്നിയ വിഷയം എവളുടെ കുഞ്ഞമ്മയുടെ കല്യാണം, അല്ല സോറി കുഞ്ഞമ്മയുടെ മോടെ കല്യാണം. അന്ന് ആ കല്യാണക്കുറി യൗമാര് തന്നെ നിൽക്കണം. എല്ലാവരുടെയും പേരുണ്ട്, എന്റെ പേരില്ല. അയ്യോ സത്യമായിട്ട് അങ്ങനെ പേരുണ്ടായിരുന്നു സാറ്. എന്റെ പേരില്ല. എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. എന്തുവാ? കണ്ടില്ലായിരുന്നു വിജി നെൽസൺ. വിജിയുടെ അപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നില്ലേ? ആ നിന്റെ അപ്പുറത്താണ് ഓടി കിടക്കണത്. ഞാൻ സാധാരണ ഇപ്പുറത്തല്ലേ കിടക്കണത്. അതെന്തിനാ അപ്പുറത്തോണ്ട് കിടത്തിയത് തന്നെ? എവിടെങ്കിലും കിടന്നാ പോരെ? എനിക്കത് പറ്റൂല. എനിക്ക് ഇപ്പുറത്ത് തന്നെ കിടക്കണം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല. ഉറക്കൊതിയ നിനക്ക് എവിടെങ്കിലും കിടന്നാ പോരെ? സാറിന് അങ്ങനെ പറയാം. സാറേ താൻ കിടക്കേണ്ടടുത്ത് താൻ കിടന്നില്ലേ അവിടെ പട്ടി വന്ന് കിടക്കും. അതങ്ങനെയല്ലല്ലോ. താൻ ഇരിക്കേണ്ടടുത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി വന്ന് ഇരിക്കുമെന്നല്ലേ പറയുന്നത്? എത്രയെന്ന് പറഞ്ഞ് പട്ടി ഇരിക്കും. ഒന്ന് കിടക്കട്ടെ, ഇയാൾക്ക് വല്ലതും കൊടുക്കാറുണ്ടോ? അതിനാണോ താമസിച്ചത്? അതിനല്ല. പിന്നെ ഈ പെണ്ണിന്റെ കല്യാണത്തിന് പോയില്ലേ സ്വർണ്ണം എടുക്കാൻ വേണ്ടി? സ്വർണ്ണം എടുക്കാൻ വേണ്ടി ഇവിടെ ബന്ധുക്കളെല്ലാം പോയി 5 പേഴ്സോ ബാഗോ ഒക്കെ കൊടുത്ത് എനിക്ക് ഒരെണ്ണം തന്നില്ല. എനിക്ക് തന്നില്ല. ഈ കുടുംബത്തെ നാണം കെട്ടി എനിക്ക് തന്നില്ല പേഴ്സ്. വിജി ഒരു ബാഗ് പുള്ളിക്കാരന് കൊടുത്തുകൂടായിരുന്നു, പ്രശ്നം സോൾവ് ചെയ്തുകൂടാ? എന്റെ സാറ് അത് പെണ്ണുങ്ങൾ എടുക്കണ ബാഗ്. അതെ ഇതുപോലത്തെ ബാഗാണ്. അതെങ്ങനെ അയാൾക്ക് പിടിക്കും? സാറ് ഈ ബാഗ് ഇട്ടോണ്ട് ഞാൻ പണിക്ക് പോയി എനിക്ക് എന്താണ് ഒരു കുഴപ്പം? ഇതിൽ ഒരു സൈഡിൽ മുറുക്കാനിരിക്കും, ഒരു സൈഡിൽ പൈന്റ് ഇരിക്കും. ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ കേറുന്ന സമയത്ത് ഒരരെയും കൊണ്ട് കയറി കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ കയ്യിൽ ധൈര്യമായിട്ട് കൊടുക്കാം, ചേച്ചി എന്റെ ബാഗ് ഒന്ന് പിടിക്കണേ, സെറ്റപ്പ് ബാഗ് എനിക്ക് ഇത് വേണം. എന്റെ പൊന്ന് ബാഗ് കൊതിയ നല്ല രസമുള്ള ഫാമിലി കേട്ടോ. 4 നേരം പൊട്ടടിച്ചോണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ല. എവിടെ കുടുംബോ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇവരുടെ കുടുംബം മീൻ വണ്ടി അങ്ങോട്ട് പോകുമ്പോ അവിടെ കുറെ ചെതുമ്പല് കിടക്കുമല്ലേ, അത് കഴുകി കുടംപുള്ളിട്ട് കറി വെക്കണ കുടുംബമാണ്. 4 ദിവസം നിന്നു. മനസമാനം തരൂലേ. ഇത് മറ്റേ ലവനാ. ഇത് ലവൻ തന്നെ. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഞാൻ നേരത്തെ വിളിച്ച അജ്ഞാതനാണേ. ആ മുരളി പറയടാ നീ. പറ. അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിട്ട് പണിയാനാണ്. ഇവിടെ ക്ലോക്ക് ഇല്ല. അതല്ലടാ കാല, ഞാൻ നേരത്തെ പറഞ്ഞത് കെട്ടി വെക്കണ അല്ലെങ്കിൽ ഇറങ്ങി ഓടുവന്ന്. എവിടുത്തുകാരനടാ നീ? ഞാൻ അന്വേഷിച്ച് വരണുണ്ട് നിന്നെ. അജ്ഞാതം മുരളി. പിന്നെ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. പോക്ക് വരവുണ്ടോ? സാറേ പണ്ടുണ്ടായിരുന്നു, കല്യാണം കഴിച്ച് പതങ്ങി നിർത്തി. ഈ പോക്ക് വരവിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇല്ലേ വസ്തുവിന്റെ പോക്ക് വരവുണ്ടോന്ന്. ആ വസ്തുവിൽ കൂടെ തന്നെ പൊക്കൊണ്ടിരുന്നത്. എന്തോന്നടാ നീ പറയണത്? പിന്നെന്താണ് പറഞ്ഞത്? അല്ല വസ്തുവിലല്ല അത് അങ്ങോട്ട് പോക്ക് വരവില്ലേ? പിന്നെ ഞാൻ സൂപ്പർമാൻ ആണല്ലോ, പറന്നു പോവാൻ. എന്നെ കൊണ്ട് ഈ വഴി കൂടെ മാത്രമേ പോകാൻ പറ്റൂ. തന്റെ അടുത്തുള്ള ചോദ്യം നിർത്തി. സഹോദരി, ഈ അമ്മയുടെ സ്ഥിതി എങ്ങനെയാണ്? അതിപ്പോ നന്നായിട്ട് പോകുന്നുണ്ട്. ശ്വേത ചേച്ചിയാണല്ലോ പ്രസിഡന്റ്. നിന്റെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നു കേട്ടോ. തന്നെ വിത്തിട്ട് മുളപ്പിച്ചെടുത്തതാണോ? ആ അമ്മയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അയ്യോ ഒന്നും പറയണ്ട സാറേ, കണ്ണും കേൾക്കൂല ചെവിയും കാണൂല. അപ്പൊ സെക്രട്ടേറിയറ്റിന്റെ അവസ്ഥ എന്തുവാ? വെളിയിൽ കിടന്ന് ആരൊക്കെ അലറി കൂവിയാൽ ആത്തിരിക്കണ എല്ലാ പുല്ലും കേൾക്കണുണ്ടാ? നിന്റെ അമ്മ സെക്രട്ടേറിയറ്റ് പോലെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കും പെട്ടെന്ന്. അപ്പോഴത്തേക്ക് നമ്മളെ യാഥാർത്ഥ്യം പറഞ്ഞിരിക്കുന്നത് ആങ്ങളയ്ക്കും പെങ്ങൾക്കും, ആങ്ങളമാർക്കും പെങ്ങന്മാർക്കും തുല്യമായിട്ടാണ് അച്ഛൻ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് അഡീഷണൽ ഉണ്ടെങ്കിൽ ആ പെൺകുഞ്ഞിന് ഒരു 10 സെന്റ് എക്സ്ട്രാ അച്ഛൻ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പെൺകുഞ്ഞ് മതി എന്ന് പറഞ്ഞാ ഞങ്ങളെടുത്ത്. ഇതിങ്ങനെ ഗൂഗിൾ എടുത്തിട്ട് ഒരു പെൺകൊച്ചിങ്ങി തരുവോ എന്ന് പറഞ്ഞാൽ തരുന്ന സംഭവമല്ല, ഇത് ദൈവം തരുന്ന സംഭവമാണ്. ഞാൻ എന്ത് ചെയ്യാനാ? എന്തോന്ന് ചെയ്യും? 10 സെന്റ് കിട്ടണ്ട. സാറേ ഇതേ ഒരു വർഷം ഒന്ന് നീട്ടിത്തരാൻ വല്ല വകുപ്പുണ്ടോ? എന്താടാ നീ പറയണത്? ഒരു പെങ്കൊച്ചുമായിട്ട് ഞാൻ വരാം, പോരെ ഒരു കുഞ്ഞിനെ കൊണ്ട്. 1 വർഷം നീട്ടി കൊടുക്കും. ഇത് 9 മാസം 9 ദിവസം അത് തരാൻ പറ്റുമോ? അത് ഞാൻ ഏറ്റു. ഇയാളൊന്ന് പോകുന്നുണ്ടോ? അതല്ല സംഭവം. കരടുണ്ടോ? ഉണ്ട് സാറേ.
ആ കരട് മരണം വരെ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയ അന്ന് ഇങ്ങേരത്തള്ള എന്റെ തലയിൽ മീൻ വെള്ളം കരി ഒഴിച്ചതാ. ആ കരട് എന്റെ മനസ്സിൽ നിന്ന് പോവില്ല സാറ്. അതാണ് ആ കരട്. അല്ലേ കരട് രേഖ ഉണ്ടോന്നാണ് സുഹൃത്തെ ഞാൻ ചോദിച്ചത്. കരട് രേഖ. സാറേ അപ്പം വിൽപത്രം വായിക്കാൻ പോണേണ്. കേട്ടോ വിൽപത്രം ഇതെന്താടാ ഇത്? കരട് രേഖ. കരടി രേഖ കൊണ്ടുവന്നാണ്ടാ. ഭയങ്കര അപ്പൊ വിൽപത്രം വായിക്കാൻ പോണേണേ. ഒരു സർക്കാർ പറയുന്ന കേട്ടോ. മൂത്രപ്പുരയിൽ സുഗുണൻ എഴുതി വെച്ച അല്ല മൂത്തപറമ്പിൽ സുഗുണൻ എഴുതി വെച്ച വിൽപത്രം. ടിയാൻ മക്കളായ പറഞ്ഞില്ലേടി, നിങ്ങള് 3 പേരും അല്ലാതെ ടിയാൻ എന്ന് പറഞ്ഞൊരു മോനുണ്ട്. പറഞ്ഞു കേട്ടാ? ചുമ്മാ ഇരു സാറേ, എന്റെ അച്ഛൻ അങ്ങനെയൊന്നും അല്ല. മടൽ വർക്കാൻ വന്ന രമണി ചേച്ചി നോക്കി ചിരിക്കും നല്ലാതെ സത്യമായിട്ടും അങ്ങനെ ഒരു ബന്ധം വേണം. നിന്റെ കുടുംബത്തിൽ ഇത് വേണം. ഞാൻ നിന്റെ വീട്ടിൽ പോക്കുവരവ് വന്നപ്പോ നിന്റെ അച്ഛനാണ് ആദ്യം എന്നെ പിടിച്ച് തെങ്ങി കെട്ടിയത്. അവനിപ്പോ തന്നെ വേറെ ഒരു മോനുണ്ടല്ലേ. നിനക്ക് വേണമടി നിനക്ക്. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. നിർത്തിയ രണ്ടുപേരും. എന്താ വിവരദോഷികളെ ടിയാൻ എന്ന് പറഞ്ഞാൽ ഈ വലിയ പേരിന് നമ്മളെ പോലുള്ള ഒരു ചുരുക്കി ടിയാൻ എന്ന് വെക്കും. എഴുതാനൊക്കെ അതാണല്ലോ എളുപ്പം. അപ്പൊ ഇനി ഒപ്പിടൂ. വിജി മേഡം ഒപ്പിടൂ. ഒപ്പിട്ടിരുന്ന് സീല്. വിജി മേഡം ഒന്നും വിളിക്കല്ലേ, അവർക്ക് ഒന്ന് ചേരണേ. എങ്ങനെ സാറേ ഒപ്പിടാ? ഇതിങ്ങനെ നമ്മൾ ആ തമ്പെടുത്ത് വെച്ചിട്ട് ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി മൈലാഞ്ചി ഇട്ട് തരാൻ. അല്ല എനിക്ക് മനസ്സിലായില്ല സാർ, അറിയാത്തോണ്ടാണ് സാർ. വിരല് തമ്പെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിരൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് മഞ്ഞിൽ കുറുകുന്ന വെൺപ്രാവേ അത് മറ്റേ എന്തുവാ ഇതിലല്ലേ സാർ? അത് മറ്റേ തമ്പ് തമ്പല്ല, നല്ല കമ്പ് വെളിയിലുണ്ട്. അതല്ല തന്തി കിട്ടിയാ അടിച്ചു തരും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് പതിയണ്ടേ? അത് കൊറേ പതിയും. എവിടെ? ഇവിടെ പതിയും. ഒപ്പിട്ടാ മതി. ഒപ്പിട്ടിട്ട് ഇത് വെക്കണം. ഒപ്പിട്ടിട്ട് അത് വെക്കണം. അവിടെ ഇരിക്കണ എല്ലാ പേപ്പറിലും കേട്ടോ. ഇവാ ഇതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ 2 പാത്രം. സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? സ്വത്ത് കിട്ടണം. സ്വത്ത് നമുക്ക് വേണം. ആങ്ങളമാർക്ക് അവന്മാരുമായിട്ടുള്ള ബന്ധമേ എനിക്ക് ഡാൻസ് കഴിഞ്ഞ നല്ല രസമുണ്ട് സാറേ. ഇങ്ങനെ വെക്കുന്ന അയ്യാ കണ്ടോമാർ ആധാരത്തിലൊക്കെ ഒപ്പിട്ട് വെച്ചോ. ഞാൻ ഇത്രയും പേപ്പറിലാണ് ഒപ്പിടാൻ പറഞ്ഞത്. എനിക്ക് എവിടെ കൊണ്ടുവന്നിയ ഇതിന് ക്ലിയർ ചെയ്ത് വെക്കും. അജയന്റെയും വിജയന്റെ ഒപ്പ് രാവിലെ വന്നിട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അജയന്റെ ഒപ്പ്, വിജയന്റെ ഒപ്പ്, വിജിയുടെ ഒപ്പ്, അയ്യോ 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 എന്തുവാ? എന്താണ്? 10 പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞത് ഞാൻ 10 രീതിയിൽ ഒപ്പിട്ട് വെച്ചേക്കണ്. 10 രീതിയിൽ ഒപ്പിട്ടാ? അയ്യോ ഇനി ഞാൻ ഹെഡ് ഓഫീസിൽ എഴുതി കൊടുത്ത് എമ്മോ വന്നിടിയോ എന്ന് ഞാൻ മിനിമം ഒരു 2 വർഷമെങ്കിലും കഴിയും നിങ്ങളെ വസ്തു ആധാരം ചെയ്ത് കിട്ടാൻ. 2 വർഷം? 2 വർഷം കഴിയും. മതി. അല്ലാതെ എന്നെ കൊണ്ട് 2 വർഷം മതി. 2 വർഷം കിട്ടൂല്ലേ? 2 വർഷം കിട്ടും. 2 വർഷം എനിക്ക് മതി. മറ്റേ ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ എത്ര സെന്റ് കിട്ടുമെന്നാ പറഞ്ഞേ? 10 സെന്റ് അഡീഷണൽ ഉണ്ട്. 20 സെന്റിനുള്ള വകുപ്പ് എനിക്ക് 2 വർഷം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല സാറല്ലേ പറഞ്ഞ പെൺകുട്ടികളോട്ട് വന്ന കുഞ്ഞ് ഇതുപോലെ സ്വത്ത് തരുമെന്ന്. 2 വർഷം എനിക്ക് ധാരാളം പാടി ഇവിടെ നിന്ന്. അയ്യോ ഇവളെ ആങ്ങളമാരെ പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ആണ്ടടാ എടുത്തോണ്ട് പോണ്. ആധാരം നടന്നില്ല, ഒന്നും നടന്നില്ല. ഇത് മറ്റവനാണ്. ഹലോ പറഞ്ഞോ. ഞാൻ മുരളിയാണ്. മുരളി പറയടാ. നമ്മളെ ഭയങ്കര കമ്പനി ആയല്ലോ. പറ. അവിടെ ക്ലോക്ക് ഉണ്ടോ? തരണതാണ് കിട്ടി. എടാ ഇവിടെ ക്ലോക്ക് ഉണ്ട്. ഓടുന്നതാണോ? ഓടുന്നില്ലടാ. എടാ കൈക്കൂലി മേടിച്ച് കുറെ കേറ്റുന്നതല്ലേ. 2 ബാറ്ററി മേടിച്ചിട്ട് അതിന്റെ കൈ ഒടിച്ചു പോകൂടാ. ഞാൻ അങ്ങോട്ട് വരണ്ടാ കൈ ഓടിക്കേ. നിന്റെ കൊട്ടിയത്തോട്ട് വെച്ചിട്ട് പോണോ കോപ്പ. നല്ലൊരു കൈയടി ആവാം. നല്ല സ്കിറ്റായിരുന്നു. നല്ല അടിപൊളി സ്കിറ്റായിരുന്നു കേട്ടോ. ഒത്തിരി ഒന്നും ചിരിക്കാനില്ലെങ്കിലും നല്ല വൃത്തിയുണ്ടായിരുന്നു. ഉള്ള പോയിന്റ്സുകളൊക്കെ നല്ല മൈന്യൂട്ട് പോയിന്റുകളായിരുന്നു. നല്ല ഗെറ്റപ്പാണ് കേട്ടോ ബിജു വർഗീസ്. ബിജുവിനെ കാണാൻ നല്ല രസമുണ്ട്. അതായത് നിഷ്കളങ്കനായ ഒരു വില്ലേജ് ഓഫീസർ, ഉപദ്രവകാരിയല്ലാത്ത ഒരു. പിന്നെ ആ ഒരു സാധനം എൻഡിൽ വേണേൽ കുറച്ചുകൂടി ഒന്ന് ഇതാക്കാമായിരുന്നു. ഇതൊക്കെ 2 വർഷം ചോദിക്കുന്നില്ലേ, ആ 2 വർഷത്തിന്റെ വലിച്ചോണ്ട് പോകുന്നില്ലേ, കുറച്ചുകൂടി ഒന്ന് ഇവിടെ ഒന്ന് സിങ്ക് ആക്കിയിട്ട് അങ്ങോട്ട് പോകാൻ. ഇത് പെട്ടെന്ന് ഇറങ്ങിപ്പോയ പോലെ ആയി. സമയം കളയണ്ടെന്ന്
ആ ഒരു വെപ്രാളം കാണിക്കാമായിരുന്നു. വില്ലേജ് ഓഫീസറേക്ക് ഒന്ന് ഞെട്ടിച്ചിട്ടൊക്കെ പോകാമായിരുന്നു. രജിസ്റ്റർ ഓഫീസറെ എന്തായാലും ഗംഭീരമായി കേട്ടോ. നല്ല സ്കിറ്റാണ്. നല്ല എന്താ ഒരു പുതുമയുള്ളൊരു സ്കിറ്റായിരുന്നു. മൊത്തത്തിൽ ഒരു അഴകുണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബിജു വർഗീസിന്റെ ആ പെർഫോമൻസ് യഥാർത്ഥത്തിൽ അമ്പിളിച്ചേട്ടൻ്റെ ജഗതി ചേട്ടൻ്റെ ഒരു പെർഫോമൻസിനെ നമ്മൾ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. ആ റേഞ്ചിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ടിപ്പിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് കറക്റ്റ് മാനറിസംസ് ആ കോസ്റ്റ്യൂമിൽ വരെ ഉണ്ട്. അതിൻ്റെ വേണ്ട അലസതകൾ, അതിന് വേണ്ട ഈ ഷ്രൂഡായിട്ടുള്ള ചിന്താഗതികളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ സുധീഷ് കട്ടക്ക് എന്ന് സൂര്യ, എനിക്ക് ആ സൂര്യയുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു കളി വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? വയ്യ അല്ലേ? ആണോ? അതാണ് എന്തോ ഒരു കുറവ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം സൂര്യ എങ്ങനെയല്ല പൂണ്ട് വിളയാടാറുള്ളതാണ്. പക്ഷെ ഒരു സ്പേസ് വരുമ്പോൾ അതിൽ ഒതുങ്ങി നിൽക്കുവാന്നും കൂടി ഉണ്ട്. കാരണം എപ്പോഴും അങ്ങനെ വേണമെന്നില്ല, ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് നിന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിജി നെൽസൺ എന്നുള്ള പേരാണ്. അത് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത്രയും കാലമായിട്ട് ഒരാൾ കണ്ടുപിടിക്കാത്തവരെ നിങ്ങൾ പോയി കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു പേര് കണ്ടാൽ തന്നെ നമുക്ക് ഈ സ്കിറ്റ് ഓർക്കുള്ളൂ. ആരും കാരണം അങ്ങനെ ഒരു പേര് ഉണ്ടാവും തോന്നല്ലോ, അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്താന്നല്ലോ, അറിയാതെ വന്നതായിരിക്കുമല്ലോ അത് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഇനി എന്തോരം ഉണ്ടാക്കാനുണ്ട് അല്ലേ? രണ്ട് പിള്ളേർ മാത്രമേ ഉള്ളൂ. ഒരുപാട് കോമഡികൾ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു. ഇടയ്ക്കത്തെ ഫോൺ കോളും നല്ല രസമായിരുന്നു. അതിന്റെ ഒരു അതും കൂടി പറയാനുണ്ടായിരുന്നു. കാരണം ആ ക്യാരക്ടർ വിട്ട് കളഞ്ഞിട്ടില്ല. എപ്പോഴും സ്ക്രിപ്റ്റ് നമ്മൾ ചെറുതോ വലുതോ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പൂർണ്ണത കൊടുക്കണമെങ്കിൽ അതിനൊരു എൻഡും കൂടി വേണം. ആ എൻ പഞ്ചും കറക്റ്റ് ആയിരുന്നു. ശശാങ്കരനാണ്. അതെ. ചേട്ടാ നന്നായിരുന്നട്ടാ. നല്ല എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. കുറേ നാളായെന്ന് തോന്നുന്നു നമ്മുടെ ഫ്ലോറിലെയും വരെ ഈ നമ്മുടെ ഗവൺമെൻറ് ഒരു സ്ഥാപനം കാണിച്ചിട്ടല്ലേ, അത് ഭയങ്കരമായിട്ട്. കാരണം ആ സ്ഥാപനത്തിന് വേണ്ടുള്ള കൗണ്ടറുകൾ മാത്രമായിരുന്നു നിങ്ങൾ ചെയ്തത്. ബിജു വർഗീസ് നന്നായിട്ട് ചെയ്തിട്ടാ. കാരണം ഈ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പിലൊന്നും അല്ല കളിച്ചത്. രജിസ്ട്രാർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ മീറ്ററൊക്കെ നല്ല കറക്റ്റായിരുന്നു. നമ്മുടെ രജിസ്ട്രാർ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഫയൽ നീക്കുന്ന കാര്യമില്ലേ, അത് ഗംഭീര സംഭവമായിരുന്നു കേട്ടോ. ആ പരിപാടി കൊള്ളാം. സാധാരണ ഫയൽ എവിടെയൊക്കെ പോയിട്ടാണ് നീങ്ങണതല്ലേ, കാരണം ഇങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ഗംഭീര സാധനം വരുന്നത്. അപ്പൊ എനിക്ക് തോന്നണ നേരത്തെ കണ്ടതിലെ സ്കിറ്റിനേലും വളരെ തമാശകളും ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല കൗണ്ടറുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ആരാണ് ആദ്യം എമൗണ്ട് കൊടുക്കാൻ പോകുന്നത്? വിജുക്കോട്ട ചേട്ടാ. ഞാനൊരു 11,000 രൂപ കൊടുക്കാം. 11,000 രൂപ. ചേട്ടാ ഞാൻ ഒരു 12,000 രൂപ. അപ്പൊ 23,000 രൂപ ആയിട്ടുണ്ട്. ടോട്ടൽ 60,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ വാങ്ങിക്കണം സാർ. നമ്മുടെ എന്തെങ്കിലും ഫയലിന്റെ പെട്ടെന്ന് നീക്കണേ. 2 വർഷം കഴിഞ്ഞ് കാണാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റമാരുടെ ടീം ട്രിപ്പിൾ എസ്. ശ്യാമ്, ശംഭു, സെൽവൻ. നല്ലൊരു കൈ. ഹലോ, ആ രമണി ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ തൊട്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് എന്നെ വിളിക്കരുത്. നാളെ മുതൽ ഞാൻ രചനയും സംവിധാനവും ചെയ്യണ എന്റെ വെബ് സീരീസിന്റെ കേട്ടാ, സംവിധാനം ചെയ്യണതാ. കരംചന്ദ് എത്രയോ മില്യൺ വെബ് സീരീസ് കയറിപ്പോയി. അങ്ങനെ ഭയങ്കര വെബ് സീരീസ് ആണ്. അതിന്റെ പേരാ കുരുവിക്കൂടിന് കുടുംബാസൂത്രണം. അത് തന്നെ. ഓ പിന്നെ നാളെ തൊട്ട് വിളിക്കല്ലേ ചേച്ചി. പുതിയ സംരംഭമാണ്. ഞാനൊന്ന് ഈ ജോലി ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. ഓ ശരി. ഓക്കെ. കലയുടെ ജീവിത പരിണാമം. അയ്യോ സാറേ, ഞാൻ ഇപ്പൊ സാറിന്റെ കാര്യം ഇപ്പൊ ഫോണിൽ പറഞ്ഞതേ ഉള്ളൂ സാറേ. അപ്പൊ നാളെയാണ് നമുക്ക് ഷൂട്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നാളെ വരത്തുള്ളൂ. ഞാനിപ്പോ വെബ് സീരീസിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആണല്ലേ? സാറിന്റെ പുതിയ വർക്ക് ഏതാ സാറേ? പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ നില്ലടി മുതുക്കി ഉണ്ടിട്ട് പോകാം ഒരു പ്രോജക്ട് നടക്കുന്നുണ്ട്. അതായത് ഒരു മുത്തശ്ശി ഭക്ഷണം കഴിക്കാനുള്ള കൺസെപ്റ്റുമായിട്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ സാറേ, സാറേ നാളെ വന്നു പോണം. വീടൊക്കെ അടുത്തല്ലേ? അതെന്താ? കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? കുടുംബത്തില് വൈഫ്. അതെ. പിന്നെ കുഞ്ഞുങ്ങളില്ലേ സാറേ? കുഞ്ഞുങ്ങളില്ലാത്തൊരു വിഷമമാക്കരുത്. കാരണം നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ പോവാം, പ്രാർത്ഥനകളിലൂടെ പോകാം, നമുക്ക് അങ്ങനെ പല മേഖലകളിലൂടെ പോകാം. അതല്ലെന്ന് പിന്നെ മൂത്ത ചെറുക്കനെ 2 കൈ വെച്ച് പൊത്തി ഒരു അടിയെന്ന്, അതിന്റെ വേദന ഇപ്പോഴും എന്റെ ഇവിടെ കിടക്കുന്നു. അതാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം ചിക്കൻ സപ്ലൈ ഒക്കെ ഞാനാണ്. മനസ്സിലായില്ലേ?
സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രിപ്റ്റ് പ്ലേ. ആര് തട്ടി പറിച്ചോണ്ട് പോയേ? സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രിപ്റ്റ് പ്ലേ. മനസ്സിലായില്ല. ഈ രചന, സംവിധാനം, എഴുത്ത് എഴുതിയാ മതി, പറയണ്ട കേട്ടോ. അത് എഴുതി തന്നെ എഴുതി വെച്ചിരുന്ന. ഇപ്പൊ ഇതിന്റെ സീരിയസ് നമ്മൾ ഒരുപാട് പേരൊന്നും ഇല്ല. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഏതാ ടോണൊന്നും പിടികിട്ടുന്നില്ല. അത് പിന്നെ ആൾക്കാരെ ഒരുപാട് നമ്മൾ വിളിച്ചു കൂട്ടിയിട്ടില്ല. നായകന് നായിക മാത്രമേ ഉള്ളൂ. രണ്ടുപേരേ ഉള്ളൂ. ആരാ നായിക? ആരാ നായിക? ആരാന്ന് കിസ് ചെയ്യ്. കിസ് ചെയ്യ്. നിങ്ങൾ കിസ് ചെയ്യ്. വാഴപ്പടയിൽ വരെ ക്യാമറ വെച്ചേക്കുന്ന സമയമാണ് ഇപ്പൊ. എന്നാലും എന്താ ഇപ്പൊ കാണിച്ചേ? എന്താ ഇപ്പൊ കാണിച്ചേ? അല്ല, കിസ് ചെയ്യാൻ പറഞ്ഞു. അയ്യോ അതല്ലെന്ന്. പിന്നെ മറ്റേ നമ്മളിങ്ങനെ ആലോചിക്കാൻ വേണ്ടി പറയൂലേ, കിസ് ചെയ്യാൻ പറഞ്ഞ. ഓ ആസാനം തന്നെ. അല്ല, നിങ്ങളല്ലേ അതിന്റെ കൺസെപ്റ്റ് എഴുതി. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞത് ആരാന്ന്? ആരായിരിക്കും നായിക? ആരായിരിക്കും? കൊന്നാ പാവം തിന്നാ തീരുമെന്നാണ്. നടക്കട്ടെ, കുഴപ്പമില്ല. നായകനുണ്ട്. നായകനാരാ? നായകൻ നമ്മുടെ തൊഴിലുറപ്പിന് കൂടെ നമ്മളെ കളിക്കാൻ പറ്റുന്ന അപ്പോണനാണ്. അഭിനയിക്കൂ. പുള്ളി ഭയങ്കര ആർട്ടിസ്റ്റ്. പറയാൻ നിൽക്കണ്ട, വിളിച്ചാ. അപ്പോണ കാണക്കാരനാണ്. 4 ആള് കൂടുന്നിടത്ത് വരത്തില്ല. പിന്നെന്തോ പട്ടിക്കകത്തുനിന്നാണ് അഭിനയിക്കുന്നത്. ഇത് കാണേണ്ട 10 പേര് വന്ന് ഇതെന്തോ ഇല്ല, പരസ്യത്തിലെ കഥാപാത്രം പോലെ. അണ്ണേ മനസ്സിലായില്ലേ? ഡയറക്റ്റ് കരഞ്ച്. നമസ്കാരം. അഭിനയൊക്കെ എങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ ഇഷ്ടംപോലെ അഭിനയിച്ചിട്ടുണ്ട്. ആണല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഒരു വെബ് സീരീസിലുണ്ടായിരുന്നു. ഏതാ വെബ് സീരീസ്? ഏതാ വെബ് സീരീസ് ഏതാണെന്ന് അറിഞ്ഞുകൂടാ. അതിനകത്ത് എനിക്കങ്ങ് ചവേലെന്നാണോ വെബ് സീരീസിന്റെ പേര്? അയ്യോ അതല്ല, പിന്നെ ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. ഞാനേ ഒരു ക്യാരക്ടറിന് തന്നാൽ കടിച്ചു പറിച്ചങ്ങ് തിന്നും. കയറ്റെന്നാ കടിച്ചു പറിച്ച് തിന്നും. അതല്ല സംശയം. ഒരു കയറ്റ് ഞാൻ കടിച്ചു പറിച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോഴഞ്ഞ് വന്നാണ്. എന്താ പറഞ്ഞത്? പുള്ളി ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ആറ്റിങ് അറിയാമോ? നീ എന്തൊരു സംസാരിക്കുന്നത്? എനിക്ക് ആറ്റിങ് അറിയാം, പാരിപ്പള്ളി അറിയാം, കല്ലമ്പലം അറിയാം. എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളിനെ കൊണ്ട് എങ്ങനെയാണ് ചെയ്യും? അയ്യോ അങ്ങനെ പറയരുത്. കറകളഞ്ഞ നടനാണ്. ഇവിടെ പുള്ളി നേരത്തെ നാടകത്തിലുണ്ടായിരുന്നു. നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ വാടക്കറ പറ്റി മുണ്ടില്. അപ്പോഴും തന്നെ വെള്ളം കോരി മുണ്ടങ്ങ് കഴുകി. അപ്പൊ എന്റെ ഡയറക്ടർ അവിടെ ഇരുന്ന് പറഞ്ഞു, കറ കളഞ്ഞ നടൻ. അപ്പൊ അതുകൊണ്ട് നല്ല നടനാണ്. അപ്പൊ നമുക്ക് തുടങ്ങാൻ സാധിക്കും. രാവിലെയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്യാമറമാൻ സാറിനെ ഒരുപാട് സഹായിക്കും. നാളെ വരത്തുള്ളൂ. ആരാണ്? സാറിന് അറിയാമായിരിക്കും. നമ്മളെ കരുനാഗപ്പള്ളിയിലുള്ള മിസ്റ്റർ നിധിചന്ദ്രൻ ബായ്. നികേഷ് ചന്ദ്രൻ ഭായ്? ഒരിക്കലും വേണ്ട. എന്റെ ഈ വെബ് സീരീസിന് നികേഷ് ചന്ദ്രൻ ഭായ് ക്യാമറ വേണ്ട. അതെന്ത് വേണ്ട? അയാളാണ് എന്റെ കല്യാണ വീഡിയോ എടുത്തത്. അതിൽ ഞാൻ ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ എന്റെ വെബ് സീരീസ് എന്തായിരിക്കും അവസ്ഥ? സ്റ്റോറി ലൈൻ പറ. സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അഭിനയിച്ച് കുറച്ച് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ നാടകത്തിലൊക്കെ ഒരുമിച്ചായിരുന്നു സാറേ. നമ്മുടെ നാടകത്തിൽ അത് സ്റ്റോറി ലൈൻ പറ. സ്റ്റോറി ലൈൻ അഭിനയിക്കുന്ന ഒരു സംഭവം. ഞങ്ങൾ ഈ സ്റ്റോറി എഴുതാൻ വേണ്ടി മുറിയെടുത്താണ് ഇരുന്നത്. ഞാനും അപ്പോണനൊക്കെ 4-5 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒന്ന് അവിടെ നോക്കി ഇങ്ങനെ വന്നു. 2ാമത്തെ ദിവസം ഞാൻ എഴുതിയപ്പോഴും എന്നെ നോക്കി ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വന്ന്. 10 ദിവസം സ്ക്രിപ്റ്റ് എഴുതി തീർന്നപ്പോൾ തന്നെ നമ്മളെ സ്റ്റോറി ലൈൻ ആയി. ലൈനോട് ലൈന്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിന്റെ കഥാസാരം പറയാൻ എന്നാല് കഥാസാരം നമ്മൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ കഥാസാരം പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അഭിനയ കഴിവുണ്ടല്ലോ. നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിനയിച്ചിന്റെ റേഞ്ച് എങ്ങനെ എനിക്കറിയാൻ പറ്റും? അതായത് നമ്മള് പണ്ടൊരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിൽ നിങ്ങളുടെ നാടകത്തിന്റെ അതിന്റെ ഒരു ചെറിയ സീൻ നമുക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം. അന്തർദിനം എന്താ അതിന്റെ മുഖം വാടിയിരിക്കുന്നേ? ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ബംഗ്ലാവിലേക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള അങ്ങയുടെ പോക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് നിർത്തണം. സാധ്യമല്ല. എന്ത്? ഞാൻ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ബംഗ്ലാവിൽ പോയിരിക്കും. നമ്മുടെ സുഗന്ധവിത്തനങ്ങളായ ഇഞ്ചി, കുരുമുളക് എല്ലാം സായിപ്പ് ഞാൻ സമ്മാനിക്കും. മാത്രമല്ല ഇവിടുത്തെ സുന്ദരി മണികളെ എല്ലാ വനിതകളെയും ഞാൻ ബ്രിട്ടീഷ് പട്ടാളത്തിൽ കൊണ്ടുപോയിരിക്കും. എന്നെയും കൊണ്ടുപോകോ, എന്നെയും കൊണ്ടുപോകോ, എന്നെയും കൊണ്ടുപോകോ. ഇല്ല തമ്പുരാട്ടി, എന്റെ തമ്പുരാട്ടി ഞാൻ കൊണ്ടുപോകില്ല. എന്റെ പൊന്നാണെന്റെ തമ്പുരാട്ടി ഞാൻ കൊണ്ടുപോകും. EMI 2500 അടയ്ക്കണം എന്നുള്ള അവസ്ഥയാണ് ഞാൻ. എന്താ പറയുന്നത്? എന്താ കളിക്കുന്നത്? എന്താ കാണിക്കുന്നത്? ഡ്രാമ. നിങ്ങൾ ആക്ടിങ്, നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആക്ടിങ് പഠിക്കണം. എന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, പക്ഷെ അവർ അത് അഭിനയം മാത്രം പഠിപ്പിച്ചില്ല. ഏത്? ചിഞ്ചുറാണി ടൈപ്പിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കല്ലറ. അവിടെ എന്താ പഠിപ്പിക്കുന്നത്? ടൈപ്പിംഗ്. റൈറ്റ്. സാറ് കൂടുതൽ നമ്മളെ കളിയാക്കരുത്. എന്നെ കുറിച്ച് സാറിന് അറിഞ്ഞൂടാത്തോണ്ടാണ്. എന്ത്? ഈ കാന്താര സിനിമയില്ലേ, അതിന്റെ ഫസ്റ്റ് സിനിമയിൽ ഞാൻ അഭിനയിച്ചതാണ്. ഈ സെക്കൻഡ് വിളിച്ചിട്ട് ഞാൻ പോയില്ല. അതെന്താ? കാന്താരി മുളക് പൊട്ടിച്ച് തേച്ച് തന്നാ തന്നെ ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്? കഥാസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേര് ജോളി എന്ന് പറഞ്ഞ കഥാപാത്രം. ജോളി
ഒരു തൊഴിലുറപ്പ് സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്നതാണ്. അപ്പോഴൊരു പാമ്പ് വന്ന് എന്നെ കൊത്താൻ വരും. പാമ്പ് കൊത്താൻ വരുന്നു. കൊത്താൻ വരുന്ന സമയത്ത് എന്നെ കടിക്കുന്നു. ഞാൻ ഈ സമയത്ത് റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന അപ്പോഴാണ് ചെയ്യേണ്ടത്. നേരെ ചെയ്യണേ. പിന്നെ നീ എന്റെ അടുത്തൊന്നും പറയണ, ഞാൻ കൃത്യമായിട്ട് അല്ല കറക്റ്റായിട്ട് ഞാൻ ചെയ്തിരിക്കും. അത് വേറെ കാര്യം. ഈ ബേസ് കേട്ടാൽ തന്നെ അറിയാം പുള്ളി തെറ്റിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും സമയമില്ലാത്ത ഒരു ബേസ് ഇപ്പൊ ഇടേണ്ട കാര്യം തോന്നുന്നു. ഇത് തെറ്റിക്കുന്നു ഉറപ്പല്ലേ സാർ? അപ്പൊ കഥാസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മള് ഞാനെന്ന് പറഞ്ഞ കഥാപാത്രം ഓക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ മൺവെട്ടി എടുത്തോളൂ. അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കും നോക്കട്ടെ ഞാൻ എങ്ങനെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം, നാളെ ക്യാമറ ഉണ്ടായിരുന്നു, അപ്പം ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾ അവരെയും കാണണ്ടേ, പിന്നെ ക്യാമറ എടുത്തോണ്ട് വരണോ അവിടെ വെച്ചിട്ട് വരണോ ഞാൻ ആലോചിക്കാം. വെട്ടുന്നില്ലേ? വെട്ട്. ഇത് എന്തോ ഇട്ട് തിരിക്കുന്നത്? ഇത് കറക്കി തിരിക്കുന്ന എന്തോ കാര്യം? ഞാൻ ഇതിലൊരു ഒരു സകലകല വല്ലപ്പല്ലേ ഇപ്പൊ കൈ നിന്ന് കിട്ടതാ. മൺവെട്ടി എടുക്ക്. ഈ കൈ നിന്ന ഒരു പരിപാടിയും വേണ്ട. സാധാരണ ഒരു മൺവെട്ടി വെച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മതി. പാമ്പിനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണ്? എന്തൊരു പരിപാടിയുടെ പാമ്പേ. ഒരു സ്ത്രീ നിന്ന് പണിഞ്ഞോണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ശരിയാണോ? നിന്റെ വീട്ടിലോട്ട് പോ, നിന്റെ വീട്ടിലോട്ട് പോ. എന്റെ പൊന്നെ, ഇത് ഇങ്ങനെയാണോ? പാമ്പിനെ കാണുമ്പോ ഈ വികാരമാണോ വേണ്ടത്? പാമ്പിനെ കാണുമ്പോ ഈ വികാരമാണോ കാണിക്കേണ്ടത്? ഇതാണോ ഞാൻ ചെയ്യേണ്ടത്? പാമ്പിനെ കാണിക്കുമ്പോ ഈ വികാരമാണോ മേഡം ചെയ്യേണ്ടത്? പിന്നെ ഏതാ മേഡം? വേറെ ഒരു വികാരം വേണം മേഡം. പറയണ്ടേ ഇതൊക്കെ? എന്തിനാ പാമ്പേ, നിനക്ക് എന്തിനാ? ഒരാളിവിടെ ജോലി ചെയ്തിക്കൊണ്ട് കണ്ടില്ലേടാ നീ? നിനക്കെന്തടാ? ഇങ്ങനെ വികാരം കാണിച്ചാലേ ഈ പാമ്പ് അല്ല മൊത്തം പാമ്പും കൂടെ അങ്ങ് കയറി. പിന്നെ നമുക്ക് നിൽക്കൂല നമ്മുടെ കയ്യിൽ. ഇങ്ങനെ വികാരം കാണിക്കണ കാര്യമില്ല. ഇത് കഴിയുമ്പോ എന്തോ അടുത്ത സീൻ എന്തോ? പാമ്പ് കാലി കടിക്കുന്നു. എങ്ങനെ എക്സ്പ്രഷൻ എങ്ങനെ? പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ ക്യാമറ കൊണ്ട് വരുമ്പോഴേ ക്ലോസ് മതി കേട്ടോ, മൊത്തത്തിൽ വേണ്ട. എന്താ ആൾക്കാർ വിചാരിക്കും ഗർഭമുന കൊണ്ട ശകുന്തളയായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള പ്ലേ അത് ഞാൻ വിളിക്കുന്നു. വിളി. മധുവണ്ണ, എന്നെ പാമ്പ് കടിച്ചു മധുവണ്ണ. മധുവണ്ണ ഇതെന്താ സംഭവം? മധുവണ്ണ എന്താ സംഭവം? പാമ്പിനെ അടിച്ചു കൊല്ലാൻ വന്ന ഇവിടെ പതുക്കെ വന്നാൽ മതിയായിരുന്നില്ല. ഇത്ര സ്പീഡിന് വരുന്ന എന്തിനാ? പതുക്കെ വരണോ? പിന്നെ പതുക്കെ വരണല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പാമ്പിനെ പിടിച്ചോണ്ട് അങ്ങ് കൊടുത്താൽ മതി. അവിടെ ഇട്ട് തന്നെ അടിച്ചോണ്ട് അങ്ങോട്ട് പാമ്പിനെ അടിച്ചോല്ലാൻ വന്ന എങ്ങനെയാണ്? എന്റെ പൊന്നു ഭാഷ ശരീരം അല്ലെങ്കിൽ വന്നു സ്പീഡിന് വാ. പാമ്പിനെ അടിച്ചു സാർ പറയണ്ടേ സാർ, ഞാൻ സ്പീഡിന് വന്നോളാം. പേടിയാക്കും സാറിന് പേടിയാക്കണം. അതെ, എല്ലാവർക്കും എന്നെ പോലൂടെ ടച്ച് ഇല്ലല്ലോ, അതുകൊണ്ട് പുള്ളി ഒന്നും പറയരുതേ. മധുവണ്ണ, എന്നെ പാമ്പ് കൊത്തിയെണ്ണ. വരുന്നേ. അടുത്ത ഡയലോഗാണേ. പറ. പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നു വരുമോ പാമ്പേ? പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുമോ പാമ്പേ? എന്തിനു വന്നു പാമ്പേ? എന്തിനു വന്നു പാമ്പേ? ഇനിയും വരുമോ പാമ്പേ? ഇനിയും വരുമോ പാമ്പേ? പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യണ്ടേ? പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യണ്ടേ? ഇനിയും വരുമോ പാമ്പേ? 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 ഇതില് രണ്ട് പ്രോപ്പർട്ടിയാണ് വിഷയമായത്. ആ കമ്പം എടുത്ത് കളഞ്ഞ, പിന്നെ ആ പാമ്പിനെ എടുത്ത് കളയണം. അവിടെ ഇരുന്നു എന്നിട്ട് ബാക്കി പ്ലേ ചെയ്ത്. ഇനിയും വരുമോ പാമ്പേ? ഇനിയും വരുമോ പാമ്പേ? ഇനിയും വരുമോ പാമ്പേ? ഇനിയും വരുമോ പാമ്പേ? നമുക്കൊരു നാടോടി നൃത്തമാക്കി അങ്ങ് ഷൂട്ട് ചെയ്യാം. അല്ല, ഇതിന് പറ്റിയ സംഭവം അതാണ്. അത് ഇനിയാണ് ഇതിനകത്ത് ട്വിസ്റ്റ്. എന്ത് ട്വിസ്റ്റ്? ഈ പാമ്പിനെ മധുവണ്ണൻ തല്ലിക്കൊല്ലുന്നു, എന്നിട്ടൊരു കുഴിയെടുക്കുന്നു, അതിനകത്തോട്ടിടുന്നു. ഈ കുഴി തുരന്ന് ചെല്ലുന്നത് എവിടെയാ? ജോർദാൻ. ജോർദാനില്ല. ഇത് എത്രയാ വെബ് സീരീസ്? മൊത്തം ബഡ്ജറ്റ് എത്രയാ? അത്തച്ചിട്ടിയുടെ പൈസയിലൊരു 4800 രൂപ ഉണ്ട്. ജോർദാൻ മാത്രമാക്കി എന്തിന്? പിന്നെ മറ്റെല്ലാ രാജ്യങ്ങളും ഒന്നും പ്ലാൻ ചെയ്യാത്ത? അയ്യോ, അതല്ല സംഭവം. ഈ ജോർദാനിലെ പഴയ രാജകുമാരനും രാജകുമാരിയായിരുന്നു നമ്മള്. വേറെ തലമുറ, ഫ്ലാഷ് ബാക്ക്. അവിടെയാണ് കഥ. വീണ്ടും ഇവരവിടെ നിൽക്കുമ്പോ ഇതേ പാമ്പ് അവിടെ ചെല്ലും. അപ്പോഴും വീണ്ടും വരുമോ പാമ്പേ? വീണ്ടും വരുമോ പാമ്പേ? വീണ്ടും വരുമോ പാമ്പേ? വീണ്ടും വരുമോ പാമ്പേ? ഇത് കഴിഞ്ഞിട്ട് പാമ്പും ഈ രണ്ട് കഥാപാത്രങ്ങളും ലോകമായ രാജ്യങ്ങളും മൊത്തം ചുറ്റിക്കറങ്ങി ഈ പാമ്പിന്റെ പ്രശ്നത്തിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുദ്ധം. ലോകരാഷ്ട്രങ്ങൾ മൊത്തം അവസാനം ദേശീയ ബന്ധുവരെ കൊടുക്കും. ദേശീയ ബന്ധുവരെ നടക്കുമല്ലേ? ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ആരൊക്കെ എഴുതിയെന്ന് പറഞ്ഞ? ഞങ്ങളുടെ രണ്ടുപേരും. ഇത്
തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഈ പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടി വരും. അപ്പൊ ഒരു ചാക്ക് പൊക്കിയിട്ട് ഈ സ്ക്രിപ്റ്റ് അതിന്റെ അടിയിൽ വെച്ച് കൊടുക്കണം. ഇത് നേരെ തമിഴ്നാട്ടിൽ പോകണം. എന്നിട്ട് പലവ്യഞ്ജന കടയിൽ ഏതെങ്കിലും പലവ്യഞ്ജന കടക്കാരൻ ഇത് പിണ്ണാക്ക് പൊതിഞ്ഞ് കൊടുക്കണം. അപ്പൊ അവിടുത്തെ പശുവിന് ഇത് അവർ കൊണ്ട് കലക്കിയിട്ട് പശുവിന് കൊടുക്കുമല്ലോ. അപ്പോഴ് ഈ പശു ഈ അക്ഷരം നക്കിക്കളഞ്ഞിട്ട് ഈ പേപ്പർ മാത്രമായിട്ട് വെള്ളയാക്കി ഇനി തരും. അങ്ങനെ ഇനി കിട്ടണം നമുക്ക്. അതെന്തിന്? എന്നാ വേറെ അറിയാവുന്ന ഒരാളെ കൊണ്ട് നമുക്കിത് എഴുതിപ്പിക്കാൻ പറ്റും സ്ക്രിപ്റ്റ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ കേരളത്തിലുള്ള പശുവിനെ കൊണ്ട് നക്കിച്ചാ പോരെ, എന്തിനാ അങ്ങോട്ട് പോകണം? അയ്യോ, കേരളത്തിൽ വേണ്ട, അത് ഇവിടെ കിടക്കും. വീണ്ടും ഇതുപോലെ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ വിളിക്കും. വെബ് സീരീസ് നടക്കൂല. നടക്കത്തില്ലേ? ഇല്ല. അപ്പൊ എന്റെ വെബ് സീരീസ് കുടമെന്ന് കയറും. എനിക്ക് കുടമെന്ന് കയറുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് ടീം ട്രിപ്ലസിന് ഒരു കൈയടി. ചേട്ടാ നന്നായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെബ് സീരീസ്, ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ മനോഹരമായിട്ട് ചെയ്യുന്നവരുണ്ട്, നല്ല കണ്ടന്റ് എടുത്തിട്ട് നല്ല എന്താണ് പറയുന്ന സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്ന ആളുകളുണ്ട്. ഇതിലും ഭയങ്കര തറയായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സിനിമയിലൊക്കെ നമുക്ക് പറയാം, നമ്മൾ അതുവഴി അങ്ങോട്ട് പോയിട്ട് കുഴി കുഴിച്ചിട്ട് ജോർദാനിൽ ഒന്ന് ആലോചിച്ചൊന്ന് ആകെ കിട്ടിയ അത്തച്ചിട്ടിയുടെ പൈസയേ ഉള്ളു കയ്യിൽ. അത് 4800 രൂപ. 4500 രൂപ. അങ്ങനെ വെച്ച് നോക്കുമ്പോഴൊക്കെ നല്ല കുറേ തമാശകളുണ്ട്. ആ തമാശകളെല്ലാം നല്ല ആപ്റ്റായ തമാശകളാണ്. കാരണം ഈ ഡയറക്ടർ എനിക്ക് തോന്നുന്നത് നല്ലവനാണോ ചീത്തയാണോ ചെറുതാണോ വലുതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം EMI അടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരാക്രമമാണ്. കാരണം പുള്ളി നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്, എന്നാൽ ചീത്ത കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ശംഭു ശരിക്കും ആക്ട് ചെയ്തിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ശംഭുവും ഈ ശ്യാമും നന്നായിട്ട് കുറേ തമാശ പറയുന്നതിൽ കൂടുതൽ കുറേ ആക്ഷനിൽ കുറേ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം പാമ്പിനെ പിടിക്കുന്ന കാര്യങ്ങളായിട്ടും എനിക്ക് ആ പാമ്പ് പിടുത്തത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവരുടെ ആക്ഷനും കാര്യങ്ങളും അടിയും കാര്യങ്ങളും പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു നാടൻ പാട്ടിനൊക്കെ കിടന്നിങ്ങനെ കാണിക്കൂലേ, തൊള്ളൂലേ, തലയഴിച്ച് മുടിയാട്ടോ എന്നൊക്കെ പറയുന്ന അതേ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിരുന്നു. അത് മതി നമുക്ക്. ആ പ്രോപ്പർട്ടി അങ്ങ് എടുത്ത് കളഞ്ഞോ എന്നൊക്കെ പറയുന്ന സാധനങ്ങളും പിന്നെ നിങ്ങൾ 3 പേരും തമ്മിലുള്ള കോമ്പിനേഷൻ കാര്യങ്ങളും ഉള്ള കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. ആവറേജ് നല്ല സ്കിറ്റായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം ഓടിച്ചു പോയി. ഇതിൻ്റെ അകത്തെ വെബ് സീരീസിൻ്റെ സ്ക്രിപ്റ്റാണ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കഴമ്പുള്ള സ്ക്രിപ്റ്റായിരുന്നു. കാര്യം അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത്രയും ട്വിസ്റ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരാൾ പണിതുകൊണ്ടിരിക്കുന്നു, അവിടെ പാമ്പ് വന്ന് കടിക്കുന്നു, അപ്പുറത്തെ പറമ്പിൽ നിന്ന് പണിയുന്ന ആളോടി വന്ന് അതിനെ കൊല്ലാൻ നോക്കുന്നു, ആ പാമ്പിനെ കുഴിച്ചിടുന്നു, ആ പാമ്പ് അടിയിൽ കൂടെ പോയിട്ട് വേറൊരു രാജ്യത്ത്. സംഭവം ഭയങ്കര രസമായിട്ട് പോകേണ്ട ഒരു സാധനം അത്, അല്ലേ സെൽവ? അതാ അപ്പം ആ കഥ നിങ്ങൾ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഈ പറയുന്ന ക്ലൈമാക്സ് അപ്പം നിങ്ങളെ ഒരു സ്ഥിരം ശൈലിയിലേക്ക് കൊണ്ടുപോയി. കാര്യം എത്തിപ്പെടാൻ പറ്റിയില്ല ക്ലൈമാക്സിലേക്ക്. സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കും. ശംഭുവിൻ്റെ ഡേ ആയിരുന്നു ഇന്നും കേട്ടോ. ശംഭുവാണ് മെനഞ്ഞ് ആടിയത് ഇവിടെ. ശംഭുവിൻ്റെ ഡേ ആണ് ഇന്ന്. ഗംഭീരമായിട്ടുണ്ട്. 3 പേരും കുഴപ്പമില്ലായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഈ തൊഴിലുറപ്പിന് പോകുന്നവർക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ അവിടെ പുല്ല് വെട്ടാൻ വരുന്ന ഒരാൾ ചോദിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സംഭവം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തേക്കാണ്. നമ്മൾ ഇത്ര വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, കാര്യങ്ങൾ സിനിമയായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും അതിനുള്ളൊരു ധൈര്യമായിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പം ഇത് ആർക്കും ചെയ്യാൻ പറ്റും. കാരണം ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു 4K ക്യാമറ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ഐഡിയ ആണ് ആവശ്യം. നമ്മളിപ്പോൾ തമാശയായിട്ടാണ് അവതരിപ്പിച്ചതെങ്കിലും അവരുടെ ആശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഞാനതിൻ്റെ സീരിയസ് വശമാണ് പറഞ്ഞത്. പിന്നെ ശംഭു ഒരു കാരിക്കേച്ചറാണ് കേട്ടോ. കാരിക്കേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഓവറായി പോകും. ആ ഒരു ഷെയ്ഡാണ് ശംഭുവിനുള്ളത്. ഒരിക്കലും ഓവർഡു വന്നിട്ടേ ഇല്ല. അതുപോലെ ശ്യാമിനെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞൊരു ശരിക്കും ചാലിപ്പാലനെ പോലെ തോന്നുന്നു. കുറേ നേരമായിട്ട് ആരുടെ പോലെ ഇങ്ങനെ. അപ്പം ഞാൻ ഓർക്കണത്, കാരണം ഈ മീശയും ഏത് സംഭവം അതൊരു മൈദമാവ് പോലെയാണ്. വേണമെങ്കിൽ മൈദ കൊണ്ടുവന്നിട്ട് ദോശ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുക. അതുപോലത്തെ ഒരു രൂപമാണ് ശ്യാമിന്. ഏത് രൂപം അങ്ങനത്തെ ഒരു, അതായത് വേഷപ്പകർച്ച കിട്ടുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സെൽവൻ ശരിക്കും ഒരു സീരിയസ് ക്യാരക്ടർ. അതായത് മറ്റേ വേറെ ഹാസ്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, വളരെ സീരിയസ് ആയിട്ട് നിന്നു എന്നുള്ളതാണ് താങ്കളുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അവിടെ ഇവരുടെ ഒപ്പം തന്നെ കിടന്നു പൂണ്ട് വിളയാടിയില്ല. അപ്പം 3 പേരും ബ്രില്യൻ്റ് ആർട്ടിസ്റ്റുകളാണ്. തകർത്ത് പൈസ കൊടുത്താലോ പിള്ളേർക്ക്? അതെ, ആരാണ് ആദ്യം? ഞാൻ കൊടുക്കാം. ഞാനൊരു 11,000 രൂപ കൊടുക്കാം. 11,000 രൂപ. എത്ര രൂപ? ഞാൻ ഈ സ്ക്രിപ്റ്റിനാണ് കൊടുക്കുന്നത്. 12,000 രൂപ. 12,000. 12, 10, 22, 23,000 രൂപ ബാക്കി ഞാൻ പെർഫോമൻസിനായിട്ട് കൊടുക്കും. ടോട്ടൽ 50,000 രൂപ
തിരക്കില്ലാത്ത കൊണ്ടാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറായിട്ട് വരണം. ഓക്കെ സാർ, ഗ്യാപ്പുള്ള പോരി പറഞ്ഞു. ആ നമുക്ക് ഇനി പരിസരത്തോട്ട് വരികയുണ്ട്. ജോർദാനി വെച്ച് കാണാം കേട്ടോ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡിയാണ്. അടുത്ത ടീം നമ്മുടെ സജിചേട്ടനുണ്ട്, സജി പേയാട്, അതേപോലെ തന്നെ ബിൻരാജ് ഉണ്ട്, കൂട്ടത്തിൽ വിഷ്ണു. ഒരു നല്ല കൈയടി. എല്ലാം മറക്കാം നിലാവേ, എല്ലാം മറയ്ക്കാം കിനാവിൽ. നിർത്ത്. ദൈവത്തെ ഓർത്ത് നീ കല്യാണം മുടക്കല്ല്. പാവപ്പെട്ടൊരു കുഞ്ഞാണ്, അത് എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് പോട്ട്. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ പെണ്ണിന്റെ അച്ഛനാണെന്ന്. അല്ല, ഞാൻ ഇവിടെ കാറ്ററിംഗ് സർവീസിൽ നിന്ന കാറ്ററിംഗ്കാരൻ. ഇതെന്റെ പണിക്കാരൻ. ഈ വീട്ടിലെ പെണ്ണിനെ ഇവ 10 വർഷം സ്നേഹിച്ച് അവൾ അങ്ങ് തേച്ച് അങ്ങ് പോയി. ഇപ്പൊ യവണ്ടല്ല, യവൻ ഈ കല്യാണം മുടക്കാൻ വന്നിരിക്കുന്നു. കല്യാണം മുടക്കാൻ ഇപ്പൊ എന്റെ കൂടെ വന്ന എന്തിനാ കാറ്ററിംഗ് സർവീസിന്റെ പണിക്ക് ഈ കല്യാണം മുടക്കാൻ. എടാ ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങോട്ട് നോക്ക്. ഇരുന്നിരുന്ന് കിട്ടിയ ഒരു കാറ്ററിംഗ് വർക്കാണെന്ന് നീ ഇത് എന്റെ അടിയന്തര ചടങ്ങ് ആക്കല്ലേ, മനസ്സിലായ? അപ്പൊ നീ കല്യാണം മുടക്കൂലല്ല? എടാ എനിക്ക് പ്രഷർ ഷുഗർ ഉള്ള ഒരാളാണ് ഞാൻ. അണ്ണ എന്ത് പറഞ്ഞാലും ശരി, അണ്ണ ഒരു കാര്യം അറിയോ അണ്ണ? ഇവളെ ഞാനും കൂടെ 10ാം ക്ലാസ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ ഞങ്ങളെ പ്രേമം പൊക്കി. അവളെ കൊണ്ട് തയ്യൽ പഠിപ്പിക്കാൻ ചേർത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ പോയി ചേർന്ന്. അത് കഴിഞ്ഞ് അവളെ ടൈപ്പ് റൈറ്റിങ്ങിന് കൊണ്ട് ചേർത്ത്. ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാനും പുറകെ പോയി ചേർന്ന്. അങ്ങനെ തയ്യല് ടൈപ്പ് റൈറ്റിങ് ആകെ വട്ടായിട്ട് അവസാനം ഞാൻ തയ്യൽ മിഷനയിൽ ഒരു ആധാരം അങ്ങ് എഴുതി. അവളെ ടൈപ്പ് റൈറ്റിൽ ഒരു ബ്ലൗസ് അങ്ങ് തയ്ച്ച്. നന്നായിരിക്കണം. എടാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണ്? അണ്ണൻ അറിയോ? എനിക്കറിയാടാ. ഇതല്ലേ മന്ദരിമ്പേ, തന്നോട് ഞാൻ അതാണോ പറഞ്ഞത്? അതല്ല പറഞ്ഞത് അണ്ണാ. അവള് പിരിയാൻ കാരണം ഞാൻ അവളും കൂടെ ഒരു ദിവസം ബാംഗ്ലൂര് പോയി. ഒരു നോക്കുകൊണ്ട് പോലും ഞാൻ അവളെ തൊട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാനും അവളും കൂടെ മൈസൂര് പോയി. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ അവളെ തൊട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊടകിൽ ടൂറിന് പോയി. ഒരു തരത്തിൽ ഞാൻ അവളെ ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. എന്നിട്ട് അവളെന്നെ തേച്ചിട്ട് പോവാൻ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. ഒന്നും മനസ്സിലായില്ല. എടേ ഞാനൊരു കാര്യം പറയാം. ഇതാ കല്യാണം നടക്കാൻ പോവാണ്. കാശൊക്കെ ഞാൻ വാങ്ങിച്ചതിന് ശേഷം കല്യാണ പെണ്ണ് കാറിൽ കയറുമല്ല. കാറിൽ കയറുമ്പോ നീ ഡോർ തുറന്ന് കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോവേ, എന്തെങ്കിലും ചെയ്യ, അടികൂടി എന്തെങ്കിലും ചെയ്യും. ഞാൻ ഇതെങ്ങനെങ്കിലും ഒന്ന് നടത്തിക്കോട്ടെ കേട്ടാ. കല്യാണം മുടക്കരുത്. ഹലോ മിസ്റ്റർ വെളുത്തുള്ളി, ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ പാലക്കൽ ഐപ്പ്. അത് താൻ പറഞ്ഞിട്ട് വേണം എനിക്കറിയാൻ. എന്തോന്ന്? പാവയ്ക്കൊക്കെ കയ്പ. എടാ അങ്ങനാണോ ഞാൻ പറഞ്ഞേ? ഞാൻ പാലക്കൽ ഐപ്പ്, ഈ കല്യാണ പെണ്ണിന്റെ വകയിൽ ഒരു അപ്പാപ്പൻ തന്നെ ഞാൻ നോക്കി. അല്ല നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല. അതെ അമ്മാവാ, ഇത് എന്റെ ഇവന്റ്, ഇവൻ മാനേജ്മെന്റ്. എങ്ങനെ? ഇത് എന്റെ ഇവന്റ്, ഇവൻ മാനേജ്മെന്റ്. എടാ നിന്റെ ഇവന്റ് ആണെങ്കിൽ പിന്നെ അവന്റെ മാനേജ്മെന്റ് ആവുന്ന എന്തിനാടാ? എന്റെ അമ്മാവത് എന്റെ ഇവന്റ്, ഇവൻ മാനേജ്മെന്റ്. എടാ നിന്റെ ഇവന്റ് ആണെങ്കിൽ അവന്റെ മാനേജ്മെന്റ് ആവുന്ന അമ്മാവ, ഇത് എന്റെ ഇവന്റ്, ഇവൻ മാനേജ്മെന്റ്. എടാ നിന്റെ ഇവന്റും അവന്റെ മാനേജ്മെന്റ് തമ്മിൽ എന്തോടാ? പുള്ളിയുടെ ഇവന്റ്, ഇവൻ മാനേജ്മെന്റ്. പട്ടി ഇത്രയും നേരം അയാളെ ഇതെല്ലോടാ പറഞ്ഞു. ഈ കാസറ്റ് പള്ളി ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടോ. പിന്നെ എനിക്ക് വന്നപ്പോ ഒരു ചെറിയൊരു സംശയം. എന്തുവാ? നിന്നെ എനിക്ക് നല്ല പരിചയം ഉണ്ടാവും. നിന്റെ വീട് എവിടാ? കാസർഗോഡ്. എവിടാടാ? ഇതിന്റെ മോലാളി ആരാടാ? ഇതിന്റെ മോലാളി നിങ്ങളാണ് എന്റെ മോലാളി? അതെ അതെ അതെ. ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ നാട്ടുകാർക്കൊല്ലോ കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവരുത്. എന്റെ അമ്മാവ അങ്ങനെ പറയരുത്. എങ്ങനെ അങ്ങനെ മുഖത്തേക്ക് പറയല്ലേ? പണ്ട് രാജാക്കന്മാരെ പാചകത്തിന് ഞങ്ങൾക്ക് പട്ടം കിട്ടിയിട്ടുണ്ട്. എന്നിട്ടത് പറത്തിയായിരുന്നു? പറത്തില്ല, കീറി അങ്ങ് കളഞ്ഞു ഞാൻ. അല്ല പിന്നെ അമ്മാവ, നമ്മുടെ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ത് രസാണെന്നോ. അവിയല് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ത് രസാണെന്നോ. ഉപ്പേരി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ത് രസാണെന്നോ. അതുപോലെ തന്നെ ഈ കർക്കണ്ട് വയ്ക്കുമല്ലോ അതിനകത്ത്, എന്ത് രസാണെന്നോ.
കല്യാണത്തിന് ഇന്ന് വന്നവരെല്ലാം ഭാഗ്യവന്മാരാ കേട്ടോ. ഇന്ന് 4 കൂട്ടം രസവും കൂട്ടി ചോറും തേച്ച് പോവാ അവർക്ക്. അങ്ങനെ കളിയാക്കല്ലേ. നമ്മൾ നളപാചകമാണ് പാരമ്പര്യമായിട്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം ഉണ്ടല്ലോ, ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ നാക്ക് വരങ്ങ് ഇങ്ങനെ ഇറങ്ങി. ഞാൻ എങ്ങനെ സഹിക്കുവേ. ഇന്നിവിടെ കല്യാണത്തിന് വന്ന് 750 പേരും നാവിറങ്ങി ഊമയായിട്ട് ഇല്ലേ പോകുന്നത്. ഞാൻ കാറയായിട്ട് വരുമല്ലോ എന്ന് ഓർത്തു പോയതാണ്. എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? നോക്കാം, മനുഷ്യനെ എല്ലാം പറ്റില്ല. നോക്കട്ടെ, പോകട്ടെ. ഉപ്പില്ല. ഈ കൈ നോക്കണോ? ആ എന്തൊരു ഉപ്പ്. ഇതെന്തോട്ടാക്കി വെച്ചേക്കുന്നേ? നോക്കട്ടെ. ഒന്നും കൂടി ശരിയായില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ചീത്തപ്പെടണ്ടോ? ഇത്രയും പേര് വന്നേ ആഹാരം മൊത്തം എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് നാട്ടുകാർ കൊടുത്താൽ. ഇവിടെ കണ്ട് ഇരിപ്പുണ്ടോ? ഇലങ്ങോട്ട് മാറ്റി, ഓരോ സാധനങ്ങളും ചേർത്താ ഇലങ്ങോട്ട് മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം വിളമ്പി കൊടുക്കണം. നാരങ്ങ, അവിയല്, അവിയലല്ല തോരൻ, പപ്പടം, ചോറ് മതിയല്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയാ അങ്ങോട്ട് വെച്ചാ. ആശാനെ, എന്ത് കുടുംബത്തിലെ മുതിർന്ന കാരണവരാ. അപ്പൊ ഞാൻ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വരാം. അപ്പൊ നീ മറ്റേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ക്ലിയർ ആയിക്കോ. ഞാൻ പറഞ്ഞു വരാം. പോട്ട് അമ്മാവാ. എന്താടാ എന്താടാ? ഒന്നുമില്ല. മനസ്സിലാക്കിയാ? ഇല്ല, പേടിയാ. നിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞല്ലടാ ഞാൻ. ഒരു കാര്യം ചെയ്യ്, നിന്റെ മുതിർന്ന ആള് ഞാനായോണ്ട് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. മാറിയില്ല പറഞ്ഞിട്ട് വാ. അമ്മാവാ. എന്താടാ? ഒന്നുമില്ല. എടേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇതിനകത്ത് ഒന്നുമില്ല പുല്ല്. ഞാൻ പറയാന്ന് പറഞ്ഞ അവിടെ ചെന്നപ്പോ അങ്ങനെ എന്താന്ന് എന്നോട് നീ പറയാത്തെന്താ? എനിക്ക് പേടിയാന്ന്. നിനക്ക് പേടി? എനിക്ക് നിന്നെ നല്ല പരിചയമുണ്ടാവേ, കണ്ട് നല്ല പരിചയമുണ്ട്. എടോ പുൽത്തകിടി, ഇനി ഒന്ന് നോക്കിയേ. തന്റെ കൊച്ചുമോളുടെ പുറകെ നടന്ന കാമുകനാ എക്സ് ലവർ. എടാ വിനോദേ, നീ ആയിരുന്നല്ലേ? നീ പകപോക്കാൻ വന്നെയാണല്ലേടാ? ഇവനെ പോലെ ഉള്ളവനാണ് അവിടെ പണിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇറക്കി വിട്ടോണോ ഈ തണ്ടി? ആരാ തണ്ടി? നീ തണ്ടി. ഞാൻ തണ്ടിയാണോ? തന്റെ മോളും തണ്ടിയാ? എന്റെ മോളും തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. എന്താ കാണിച്ചു? പ്രേമിച്ച് നടന്ന സമയത്ത് എന്റെ കഴുത്തിൽ കിടന്ന മാല, കൈ കിടന്ന വള, മോതിരം, 25,000 രൂപ എന്തിന് പോണ പോക്കിന് എന്റെ ഫോണിലെ മെമ്മറി കാർഡും കൂടെ ഊരിക്കൊണ്ടാ അവള് വേറെ ഒരുത്തൻ്റെ കൂടെ ഇപ്പൊ പോകാൻ പോകുന്നത്. എടാ മണ്ടം കൊണാപ്പി, നിനക്ക് ഇന്നിട്ട് കാര്യം മനസ്സിലായില്ല. ഇല്ല. അവള് നിന്റെ ഒരു കാമുകനായിട്ടല്ല കണ്ടത്, പിന്നെ അവളുടെ ഒരു അച്ഛന്റെ സ്ഥാനത്താ കണ്ടത്. അതുകൊണ്ടാണ് നിന്റെ മാക്സിമം സ്ത്രീധനം ഉണ്ടാക്കിയിട്ട് അവള് വേറെ ഒരുത്തൻ്റെ കൂടെ കല്യാണം കഴിച്ച് പോകാൻ പോകുന്നത്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കല്യാണ പെണ്ണിന്റെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കണ്ടുകിട്ടുന്നവർ തിരിച്ച് ഏൽപ്പിക്കുക. ആരും തന്നെ ഓഡിറ്റോറിയം വിട്ട് പോകാൻ പാടുള്ളതല്ല. പേടിക്കണ്ട, അത് എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നുണ്ട്. അത് ശരി, അമ്മാവന്റെ കയ്യിലുണ്ടല്ലേ? എന്നാ പിന്നെ കൊണ്ടുപോയി കൊടു. എന്റെ കയ്യിലല്ല, താണ്ട അവന്റെ കയ്യിൽ കാണും. മോട്ടിച്ചു കാണും. കണ്ടാലറിയാം നീ മോട്ടിച്ചു. എന്റെ അമ്മാവ 10-12 വർഷം എന്റെ കൂടെ ജോലിക്കുന്ന ആളാണ്. ഇവ മോട്ടിക്കൂല. 12 വർഷം 650 ഗുണവയ്ക്ക് ജോലിക്ക് വന്നവൻ 65,000 രൂപ മുതല് കണ്ട വിടുവോ ഇവൻ? പോലീസിനെ വിളിക്കടാ. ഒരു പ്രത്യേക അറിയിപ്പ്. ഇപ്പോൾ നഷ്ടപ്പെട്ട പെണ്ണിന്റെ കല്യാണ മാല തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ ഖേദിക്കുന്നു. മക്കളെടാ, പിന്നെ ഞാനൊരു കാര്യം പറയാം. കൂടുതൽ പറയല്ലേ പ്ലീസ്. നിങ്ങളുടെ കൊച്ചുമോൾ എന്തുകൊണ്ടാണ് എന്നെ തേച്ചിട്ട് പോയെന്നറിയാവോ? ഞാനൊരു വിളമ്പുകാരനായതുകൊണ്ട്. നിങ്ങളിപ്പോ വലിയ വായിൽ പറഞ്ഞല്ലോ, വെറും 650 രൂപ മേടിക്കുന്നവൻ 60,000 രൂപ വെറുതെ വിടുവോന്ന്. എടോ, ഈ 650 രൂപ ചില സമയത്ത് ഞങ്ങളെ പോലെയുള്ള വിളമ്പുകാർക്ക് അത് ലക്ഷങ്ങളാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പോലെ ഉള്ളത് കളിയാക്കാൻ വേണ്ടി ഉള്ളതല്ല. എടോ, താനൊക്കെ മാനിയായിട്ട് കഴിച്ചിട്ട് പോകുമ്പോൾ ആ പ്ലേറ്റും അവിടെയുള്ള സാധനങ്ങളും എല്ലാം തിരിച്ച് വണ്ടിയെ കയറ്റി വിട്ട് അത് തൂത്തുവാരി വൃത്തിയാക്കുന്നതാണ് വരെ ഞങ്ങൾക്ക് സമാധാനമില്ല. പിന്നെ ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് തന്നെ മുന്നിൽ വിളമ്പാൻ നിൽക്കുന്നത് അത് ഞങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതുകൊണ്ടല്ലോ, ഗതികേട് കൊണ്ടാ. അതുകൊണ്ട് പരിഗണിച്ചില്ലെങ്കിലും അവഗണിക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലേ? മിടുക്കൻ. അതെ, ഞാൻ എന്റെ മോന് 650 രൂപ ശമ്പളം തരണത്. ഇനി മുതൽ ഞാൻ 900 രൂപ ശമ്പളം തരും. ആശാനേ, നല്ലൊരു കയ്യടി. നല്ല സ്കിറ്റായിരുന്നു. തിരിച്ചേട്ടാ നന്നായിട്ട് പ്രസന്റ് ചെയ്ത്. പക്ഷെ പ്രസന്റ് ചെയ്തത് ഒരു കോമഡി സ്കിറ്റ് എന്നുള്ളതല്ല, ഒരു ഹാസ്യ നാടകമാണെങ്കിൽ ഗംഭീരമാണ്. കാരണം ഹാസ്യ നാടകത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ സ്കിറ്റ് എന്ന് പറയുമ്പോഴേ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ആദ്യം സ്ക്രിപ്റ്റിൽ നമുക്ക് തന്നെ ചിരി വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം.
ഇതിൻ്റെ അകത്ത് കുറേ ഡയലോഗുകളാണ് പോകുന്നത്. അതിൽ ഹാസ്യത്തിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് വൃത്തിയുള്ള ഡ്രസ്സിങ്ങും എല്ലാ കാര്യവും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വേദികളിൽ വേണ്ട ഒരു സംഭവമല്ല. യഥാർത്ഥത്തിലുള്ള പ്യുവറായിട്ടുള്ള കോമഡി തന്നെയാണ്. നമുക്ക് ഇവിടുത്തെ സ്കിറ്റുകൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമുക്കൊരു സറ്റയറിനേക്കാൾ കൂടുതൽ വേണ്ടത് കൗണ്ടറാണ് ഇവിടെ. ഒരു ബ്ലാക്ക് ഹ്യൂമറോ കാര്യങ്ങളോ ഒന്നുമല്ല. ചിന്തിക്കുക എന്നുള്ളതല്ല, അപ്പോൾ ചിരിക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ മറന്നു കളഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു. ചേട്ടാ, 3 പേരും നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് തമാശ കുറവായിരുന്നു. കാരണം നമുക്ക് ഇവിടെ വേണ്ടത് തമാശയാണല്ലോ. നമ്മുടെ ഈ മെസ്സേജ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. അവസാനം പറയുന്ന കാറ്ററിങ്ങിന് പോകുന്ന എല്ലാ പിള്ളേരും നല്ല വിദ്യാഭ്യാസമുള്ളവരാ. അവരെ ഒന്നില്ലെങ്കിൽ സൈഡ് ആയിട്ട് എന്തെങ്കിലും പാർട്ട് ടൈം എന്ന് പറഞ്ഞ ജോലിക്കാണ് നമ്മൾ. അതിനകത്ത് ഉന്നതന്മാരോ അങ്ങനെയല്ല, എല്ലാവരുടെ മക്കൾ പോകുന്നുണ്ട്. അതൊരു ജോലി എടുക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു മെസ്സേജൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ബിൻരാജിൻ്റെ ഒക്കെ മേക്കപ്പ് കിടിലിനാണ് കേട്ടോ. അമ്പിളിച്ചേട്ടൻ്റെ ഒരു സിനിമയിൽ അതേപോലെ തോന്നുന്നു. അതിൻ്റെ ഭയങ്കര അതെ പട്ടാഭിഷേകം ഭയങ്കര രസമുണ്ടായിരുന്നു. ബിൻരാജ് ഈ കോസ്റ്റ്യൂം കാര്യങ്ങളും നടത്തം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. പക്ഷെ തമാശയുടെ കുറവ് 3 പേരിലുണ്ടായിരുന്നു. ഈ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 100-ന് മേലെയൊക്കെ ഗോൾഡ് അടിച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. എല്ലാം സ്പ്ലിറ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിനയിച്ച് എല്ലാം നേടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. 3 പേരും അടിപൊളി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ കുറച്ച് കുറവ് കാണുമ്പോൾ നമുക്കങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ചിലപ്പോൾ ഒരു കണ്ടന്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ തമാശ കുറവായി പോകും. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഗംഭീരമാക്കണം. ശരി, അതാ പറയാനുള്ളത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അതൊക്കെ തന്നെ കണ്ടന്റിൻ്റെ ത്രെഡ് നല്ലതാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കല്യാണ മണ്ഡപത്തിൽ വന്ന് അന്ന് അത് മുടക്കാനായിട്ട് നിൽക്കുന്ന കേറ്ററിങ്ങിനായിട്ട് വന്ന ഒരാൾ നല്ല ത്രെഡാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു കൗണ്ടർ ഇതിലേക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ലെന്നുള്ളതാണ്. കൗണ്ടറിൻ്റെ ഒരു ക്ഷാമമാണ് ഇതിൽ ഫീൽ ചെയ്ത്. ആക്ടിങ്ങിൽ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ ആക്ടിങ്ങിൽ 100% ഓക്കെയാണ്. പക്ഷേ നമുക്ക് വേണ്ട സാധനം നിങ്ങൾക്ക് തരാനായിട്ട് ഇതിൽ കഴിഞ്ഞില്ല. അടുത്ത പ്രാവശ്യം അത് തരണം. ഉറപ്പായിട്ടും തരണമെന്ന് പറഞ്ഞാൽ തന്നിരിക്കണം. എന്നാണെന്നറിയോ, നമുക്ക് അങ്ങനെയുള്ള പ്രതീക്ഷയുള്ള ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. മനസ്സിലായി സാർ. നല്ല പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പം നമുക്ക് ഈ സെലക്ട് ചെയ്യുന്ന കണ്ടന്റും അതിൻ്റെ അകത്ത് നമ്മൾ തിരികെ കയറ്റുന്ന കൗണ്ടറുകളുമാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മതി. അപ്പോൾ അത് കിട്ടും. അപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങനെ തന്നെ വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇതിന്റെ മാർക്സ് ആരാണ് ആദ്യം തന്നു തുടങ്ങുന്നത്? ഞാൻ കൊടുക്കാം. ഞാനൊരു 3000 രൂപ കൊടുക്കാം. 3000 രൂപ. നസീർക്ക? ഞാനൊരു 4000 രൂപ. അപ്പൊ 7000 രൂപ. ടെനിച്ചേട്ടാ ടോട്ടലായിട്ട് ഒരു എമൗണ്ട് അയച്ചോ. ടോട്ടൽ എമൗണ്ട് 15000 രൂപ. ഇത് നമ്മുടെ എമൗണ്ടിൽ അറിയാലോ. അപ്പൊ അടുത്ത തവണ ഉഷാറായിട്ട് ഇരുന്ന് സമയം എടുത്തിട്ട് ഉഗ്രൻ കണ്ടന്റ് ആയിട്ട് വേണം കേട്ടോ ബിൻരാജ്. തീർച്ചയായിട്ടും ചേട്ടാ അങ്ങനെ വരണം. ഉറപ്പാണ്. എവിടെയും പോരും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പൂർവാധി ശക്തിയോടെ തിരിച്ചു വരണം. ഇതിൽ നല്ല സ്കിറ്റുകളും തമാശകളും ഒക്കെ ആയിട്ട്. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.